ഇവിടെ പ്രസിദ്ധമായ ഒരു വിഭാഗം സമസ്ത വിഭാഗം. അവർ അഖീദയിൽ അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാഇറകളാണ്. അവരുടെ പാഠപുസ്തകങ്ങളിൽ അവർ പറയുന്നത് പോലെ അവർ അശാഇറകളാണ്. സമസ്ത വിഭാഗം അശാഇറകളാണ്. അവരുടെ വിശ്വാസം എന്താണ്? സമസ്തയുടെ വിശ്വാസം എന്താണ്? അല്ലെങ്കിൽ അശാരിയാക്കളുടെ വിശ്വാസം എന്താണ്? അവർ പറയുന്നതനുസരിച്ച് അവർ ബുദ്ധിക്കാണ് നഖലിനേക്കാൾ, ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും സ്ഥാനം നൽകുന്നത്. ഇതൊരു പക്ഷേ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നില്ല. അശാരിയാക്കൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും അവർ സ്ഥാനം നൽകുന്നത് അവരുടെ ബുദ്ധിക്കാണ്. അവരുടെ നേതാവായ ഫഖർ അർ-റാസി അദ്ദേഹത്തിന്റെ കിതാബുൽ മഹ്സൂലിൽ ഖുർആനിനെയും സുന്നത്തിനെയും അതിന്റെ തെളിവുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ. ബുദ്ധിക്ക് എതിരാവാതിരുന്നാൽ മാത്രമേ അത് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് ഫഖർ അർ-റാസി അദ്ദേഹത്തിന്റെ മഹ്സൂലിൽ പറയുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ തഫ്സീറിലും അദ്ദേഹം ഈ ഭാഗം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാന ഒരു വിഭാഗം സമസ്ത വിഭാഗം അവർ തന്നെ പറയുന്നു അവർ അശാരി അഖീദയിലാണ്. ഈ അശാരി അഖീദയിലെ അവർ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവരുടെ മുനാദറകളിലും സംവാദങ്ങളിലും അവർ പറയുന്ന പേരാണ് റാസി പറഞ്ഞു. ഈ റാസിയാണ് പറയുന്നത് ഖുർആനും സുന്നത്തും ബുദ്ധിക്കെതിരായി വരികയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്രമാത്രം അപകടം പിടിച്ച വാദമാണ്. ഖുർആനിനെയും സുന്നത്തിനേക്കാൾ നമ്മുടെ ബുദ്ധിക്ക് നാം സ്ഥാനം നൽകുക എന്ന് പറയുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം അശാരി മദ്ഹബിലെ പണ്ഡിതനാണ്. അവസാന കാലഘട്ടം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ആ മദ്ഹബിൽ ഉണ്ടായിരുന്ന സമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഹദീസ്, നരകാവകാശികളെ നരകത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കും നരകം ചോദിക്കും ഹൽ മിൻ മസീദ്, ഇനിയും എനിക്ക് ആളുകളെ വേണം, നരകം നിറക്കണം എന്ന് പറയുമ്പോൾ അല്ലാഹു അതിൽ കാല് വെക്കും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ ഇതിനെക്കുറിച്ച് പറയുന്നു, ലാ ബുദ്ദ മിൻ സർഫിഹി അൻ ളാഹിരിഹി, അതിന്റെ നമ്മൾ പുറമേയുള്ള അർത്ഥത്തിൽ നിന്ന് അല്ലാഹു കാല് വെക്കും എന്ന് പറയുന്ന അർത്ഥത്തിൽ നിന്ന് അതിനെ നാം മാറ്റണം. എന്നിട്ട് പറയുന്നു ലിഖിയാമിദ് ദലീലിൽ ഖത്ഈൽ അഖ്ലി അല ഇസ്തിഹാലത്തിൽ ജാരിഹത്തി അല അല്ലാഹി തആല, നമ്മുടെ തെറ്റാത്ത ഉറപ്പുള്ള ബുദ്ധി നമ്മോട് വിസമ്മതിക്കുന്നു, അല്ലാഹു ഒരിക്കലും എന്തുണ്ടാവില്ല, അത്തരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടാവുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി അറബി ഭാഷയിൽ പറഞ്ഞു തന്നു അല്ലാഹു കാല് വെക്കും. അതിനെ നവവി വിശദീകരിച്ചത് എന്താണ്? നമ്മുടെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് അശാഇറയുടെ അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള ഈ വിഭാഗം. ഇപ്പോഴാണ് നിങ്ങൾക്ക് സലഫി മൻഹജിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. ഇത്ര വലിയൊരു സമുദായം, ഇത്ര വലിയൊരു കൂട്ടം ആളുകൾ അവർ വിശ്വസിക്കുന്നത് ഖുർആനിനും സുന്നത്തിനേക്കാൾ സ്ഥാനം ബുദ്ധിക്കാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ റാസി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് മറുപടിയായി പ്രത്യേകമായി മറ്റുള്ളവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദർഉ തആറുദുൽ അഖ്ൽ എന്ന് പറയുന്ന കിതാബ് രചിച്ചത്. ബുദ്ധിക്കാണ് സ്ഥാനം എന്ന് പറയുന്ന വാദം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ കിതാബിൽ എതിർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ്, അശാഇറകളുടെ നമ്മുടെ നാട്ടിലുള്ള പ്രധാന വിഭാഗം സമസ്തക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ സ്ഥാപിക്കുന്ന ഒരു ആശയമാണ് ഖബറുൽ ആഹാദ്. ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ ഒരാളിൽ നിന്ന് വന്നിട്ടുണ്ടാകും, ഒരു സഹാബി ഉദ്ധരിച്ചു. ശരിക്കും മനസ്സിലാക്കണം, ചില ഹദീസുകൾ 2 സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും, ചില ഹദീസുകൾ 3 സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ഖബറുൽ ആഹാദ് എന്ന് പറയുക. ചിലപ്പോൾ 3-ൽ കൂടും. ഹദീസുകൾ പൊതുവെ 2 തരമാണ്. ഒന്ന് ഖബറുൽ ആഹാദ്, മറ്റൊന്ന് മുതവാത്തിർ. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഉദ്ധരിച്ച ഹദീസ്. ആഹാദ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഉദ്ധരിക്കാത്ത ഹദീസ്. അത് 1 ആകാം, 2 ആകാം, 3-ൽ ആകാം. 3-ൽ അധികം എത്രയാണെന്ന് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഹദീസുകൾ 2 തരമാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ഈ ഹദീസുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് തെളിവാണ്. അപ്പോൾ പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അത് പ്രവാചകൻ പറഞ്ഞു. എത്ര സഹാബി ഉദ്ധരിച്ചു? ഒരൊറ്റ സഹാബി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വേറൊരു സഹാബി ഉദ്ധരിച്ചിട്ടില്ല. അപ്പോൾ അശാഇറയുടെ മദ്ഹബ് എന്താ? അവരെന്ത് പറയും? അതൊരിക്കലും അഖീദയിൽ നമുക്ക് തെളിവല്ല എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ തെളിവായി സ്വീകരിക്കുകയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒരിക്കലും അത് തെളിവല്ല എന്നാണ് ആരുടെ വാദം? അശാഇറകളുടെ വാദം. അഥവാ നമ്മുടെ നാട്ടിൽ നിങ്ങൾ സുന്നി മദ്രസകളിൽ പഠിച്ചവരാണെങ്കിൽ ആ പാഠപുസ്തകങ്ങളിൽ ഞാൻ അടക്കം പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് അഖീദയിൽ രണ്ടാലൊരു മദ്ഹബ് പിൻപറ്റൽ നിർബന്ധമാണ്, ഒന്നുകിൽ അശാരിയ അല്ലെങ്കിൽ മാതുരീദിയ. ഈ അശാരി വിഭാഗമാണ് കേരളത്തിൽ നിന്നുള്ള ആളുകൾ. അവർ പറയുന്ന അഖീദയാണ് ഖബറുൽ ആഹാദ് അഥവാ മുതവാത്തിർ അല്ലാത്ത ഹദീസുകൾ അഖീദയിൽ നമുക്ക് തെളിവല്ല എന്ന കാര്യം. ഇതാരെ പറഞ്ഞ? റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിൽ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. റാസി അദ്ദേഹത്തിന്റെ അസാസു തഖ്ദീസിൽ ഈ ഒരു ആശയം പറഞ്ഞതായി നമുക്ക് കാണാം. ഇതൊരിക്കലും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ആശയമാണ്. ബുദ്ധിയെ ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും മുന്തിക്കുക എന്ന ആശയം അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഖബറുൽ ആഹാദ് അഥവാ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾ അഖീദയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം ഇത് അഹ്ലുസുന്നക്ക് പരിചയമില്ല. ഇതെന്നാൽ അവരുടെ കിതാബുകളിൽ റാസിയെ പോലെയുള്ളവർ, സനൂസിയെ പോലെയുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഷർഹുൽ അഖീദത്തുൽ കുബ്രയിൽ സനൂസി ഈ വാദം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മോശപ്പെട്ട അഖീദയാണ് അവർ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. എന്നിട്ട് അവർ പറയുന്നു അവർ അഹ്ലുസുന്നയുടെ ആളുകളാണ്. എങ്ങനെയാണ് അവർ അഹ്ലുസുന്നയാവുക? എങ്ങനെയാണ് അവർ യഥാർത്ഥ സുന്നികളാവുക? സുന്നി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്. അവർ പ്രവാചകന്റെ സുന്നത്തിനെ വിഭജിക്കുകയും അതിലൊരു ഭാഗം മാത്രം തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവർ സുന്നികളാവുക? ഇത്രയും പിഴച്ച വാദങ്ങൾ, പ്രവാചകന്റെ സുന്നത്തിനെ തള്ളുന്ന രൂപത്തിലുള്ള വാദങ്ങൾ, അതാണ് അവർ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ അസ്മാഉ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ അവർ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ശൈഖുൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഖബറുൽ ആഹാദിന് തെളിവായി അദ്ദേഹത്തിന്റെ റിസാലയിൽ വളരെ പ്രസിദ്ധമായ ഒരു തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ ആവശ്യം വരികയാണെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ചു. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. എത്ര ആളുകളെയാണ് അയച്ചത്? ഒരു വ്യക്തിയെ. ചില റിവായത്തുകളിൽ അബൂ മുസയെ അയച്ചു എന്നുണ്ട്. പക്ഷേ 2 ഭാഗത്തേക്കാണ്. ഇനി അവർ 2 പേരാണെങ്കിൽ തന്നെ അത് ഖബറുൽ ആഹാദാണ്. അവരെന്തിനു വേണ്ടിയാണ് അയച്ചത്? ദീൻ പ്രചരിപ്പിക്കാൻ. അവരവിടെ പോയി ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തു.
ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു. ആ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു, അവർ സ്വീകരിച്ചു. ഒരാളുടെ വാക്ക് അഖീദയിൽ തെളിവാവില്ല എങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ അയച്ചത്? പ്രവാചകൻ മുആദിനോട് പറഞ്ഞത് അവിടെ പോയാൽ അവരെ ഷഹാദത്തിലേക്ക് ക്ഷണിക്കുക, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറയുക, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം നിസ്കാരം വാജിബാണ് എന്ന വിശ്വാസമാണ് ഒന്നാമത്തേത്, അതിനുശേഷമാണ് പ്രവർത്തനം. ആ കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ അയച്ചു. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം മുഖ്തസർ സവാഇഖുൽ മുസ്തലയിൽ പറയുന്നത് ഏതൊരു ഫിഖ്ഹി മസ്അലന്റെ കീഴിലും ഒരു അഖീദയുണ്ട്. നിസ്കാരം ഫിഖ്ഹിയായ മസ്അലയാണ്, പക്ഷേ നിസ്കാരം വാജിബാണെന്ന വിശ്വാസം അഖീദയാണ്. സുന്നത്ത് നിസ്കാരം അത് സുന്നത്താണെന്ന വിശ്വാസം അഖീദയാണ്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മുഖ്തസർ സവാഇഖുൽ മുസ്തലയിൽ പറയുന്നു ഏതൊരു ഫിഖ്ഹിയായ മസ്അലയുടെ കീഴിലും ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും മോശപ്പെട്ട വാദങ്ങൾ വാദിക്കുന്നവർ തീർന്നില്ല. അശഅരി അഖീദയിൽ അവരുടെ ശറഹുൽ ജൗഹറത്തുൽ കുബ്ര, അശ്റഹ അലൽ ജൗഹറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബാജൂരി അദ്ദേഹം പറയുന്നു കുല്ലു നസ്സിൻ ഔഹമ തശ്ബീഹ ഔവിൽഹു ഔ ഫൗവിൽ വറും തൻസീഹ. ഖുർആനിലെ സുന്നത്തിലെ ഓരോരോ വാക്കുകൾ അത് തശ്ബീഹ് നിനക്ക് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തശ്ബീഹ് തോന്നിപ്പിക്കുന്ന വാക്കുകൾ അതിനെ നീ വ്യാഖ്യാനിക്കുക. ഇത് ഖുർആനിനോടും സുന്നത്തിനോടും കാണിക്കുന്ന അദബുകേടല്ലേ? ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങൾ തശ്ബീഹാണ് എങ്കിൽ അതിനെ നീ വ്യാഖ്യാനിക്കുക. എങ്ങനെയാണ് തശ്ബീഹാവുക അള്ളാഹുവിന്റെ സംസാരത്തിൽ? അപ്പോൾ അള്ളാഹുവിന്റെ സംസാരത്തിനോട് അദബുകേട് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന വിശ്വാസം അനുസരിച്ച് ഖുർആനിന്റെ പ്രകടമായ ഭാഗം നിങ്ങൾ വിശ്വസിച്ചാൽ, അള്ളാഹു ആകാശത്താണെന്ന് വിശ്വസിച്ചാൽ അവരുടെ വിശ്വാസപ്രകാരം നിങ്ങൾ കുഫ്റിലാണ്. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളാണ് അവരെ തക്ഫീർ നടത്തുന്നത്, വഹാബികളാണ് അല്ലെങ്കിൽ സലഫികളാണ് അവരെ ചീത്ത പറയുന്നത് എന്ന് അവർ പറയുന്നു. വാസ്തവത്തിൽ അവരുടെ അഖീദയാണ് ഇത്രയും മോശപ്പെട്ട അഖീദ. ഖുർആനും സുന്നത്തും ബാഹ്യമായി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ഇത്ര വലിയ വിപത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത എന്താ? അഹ്ലുസുന്നയുടെ മൻഹജ് നമ്മൾ പഠിക്കുക, സലഫിയ്യത്ത് നമ്മൾ പഠിക്കുക, മൻഹജുസ് സലഫ് നന്നായി നാം മനസ്സിലാക്കുക.